അങ്ങനെ അപ്പം ചുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റവയും കൂടെ വറുത്തെടുക്കാമെന്ന് വെച്ചു. കാരണം ചേട്ടായിക്ക് ഉപ്പുമാവും പഴവും കൊടുക്കണം. അത് മിക്ക ദിവസവും അത് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ മടക്കട. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മൾ എത്രത്തോളം ആയാലും നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അവിടെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും. എല്ലാ ചേച്ചിമാരും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ റവ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചു, എണ്ണ ഒഴിച്ചു, ചൂടായി കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് ഇച്ചിരി 2-3 കുഞ്ഞുള്ളിയും ഒരു നുള്ള് ഇച്ചിരി മതിയല്ലോ, എനിക്ക് ചേട്ടായിക്ക് മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ആ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിന് ശേഷം വെള്ളം ഒഴിച്ചു. ഉപ്പിട്ടു കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ ഉപ്പിടുന്ന കാര്യം പറയാൻ പറഞ്ഞേ. അങ്ങനെ ഉപ്പിട്ടു. ഈ ഉപ്പുമാവിന് ഉപ്പ് കൂടുന്നതുകൊണ്ടാണോ ഉപ്പുമാവെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. എന്തും ആയിക്കോട്ടെ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അത്യാവശ്യം ഒന്ന് തിള വന്നപ്പോഴത്തേക്കും ഞാനിപ്പറേ വീണ്ടും അപ്പത്തിൻ്റെ അടുത്തേക്ക് പോയി. ക്യാമറാമാൻ ഞാൻ മാത്രമായതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പുറത്തെ ചട്ടിയിൽ അപ്പം എടുത്തപ്പോഴത്തേക്ക് എന്നാൽ ഒരപ്പം ചുടുന്നത് കാണിക്കാമല്ലോ എന്നോർത്തു. അങ്ങനെ വീണ്ടും അപ്പഴത്തേലേക്ക് കടന്നു. വട്ടത്തിൽ ചുറ്റിച്ച് നീളത്തിൽ തടവിട്ട് അത് കണ്ടോ, ആ സൈഡ് കണ്ടോ, എന്നെ കാണുന്ന കണ്ടോ? കണ്ടില്ലല്ലേ? പെട്ടെന്ന് ക്യാമറ മാറ്റി. കാണാൻ വലിയ ലുക്കില്ലാത്തതുകൊണ്ടാണ് ഫ്രെയിമിൽ വരാത്തത്. അതൊക്കെ പോട്ടെ. അപ്പോൾ താണ്ടെ ഇതെന്തുവാ, ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ഉപ്പുമാവ് റവ ഇട്ടതാട്ടോ. ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് ഞാൻ ഉപ്പുമാവിനകത്തിടാനുള്ള പത്തലമുളകായിരുന്നു. പക്ഷേ വീഡിയോ രണ്ടിടത്തും എടുത്ത് വന്ന് ക്യാമറാമാൻ ഞാനായതുകൊണ്ട് പത്തലമുളക് ഇട്ടില്ല. ഇനി വല്ല ചോറിനും ചാലിച്ച് കൂട്ടാം. അങ്ങനെ പഴമൊക്കെ എടുത്തു. പഴവും ഉപ്പുമാവും കൂടെ വെച്ചു. അപ്പുറത്തെ സൈഡ് ഞാൻ അപ്പവും മീൻ കറിയും കൂടെ എടുത്ത് വെച്ചു. പിന്നെ നന്നായിട്ട് ബ്രൂ കോഫിയുടെ പൊടിയില്ല, അതിട്ടാണ് കാപ്പി തിളപ്പിച്ചത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.